എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ എന്നെപ്പോലെ കൊളരുതാത്തൊരു മനുഷ്യൻ, നികൃഷ്ടനാകുന്നൊരു മനുഷ്യൻ, പാപിയാകുന്നൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ 1000 കിലോമീറ്റർ അടുത്ത് വരുവാൻ യോഗ്യത, 10,000 ലക്ഷക്കണക്കിന് കിലോമീറ്റർ അടുത്ത് വരുവാൻ യോഗ്യതയില്ലാത്ത ഒരു ദുഷ്ടനായിരുന്ന എന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്നേഹിച്ച് എൻ്റെ സകല പാപങ്ങളും പിതാവാകുന്ന ദൈവം ക്രിസ്തുവിൽ ക്ഷമിച്ച് എന്നെ ദൈവത്തിൻ്റെ പുത്രനാക്കിയെങ്കിൽ ആ ക്ഷമയുടെ വില എത്ര വലുതാണ്! അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരോടും ക്ഷമിക്കുവാൻ കഴിയും. ഈ വചനങ്ങളിൽ എത്ര വാഗ്ദത്വങ്ങളുണ്ടോ അതെല്ലാം ഉവ്വ് ഉവ്വ് എന്നാകുന്നു. യേശു ക്രിസ്തു ഒരിക്കൽ യേസ് പറഞ്ഞതിന് ശേഷം പിന്നീട് മാറ്റി നോ പറയില്ല. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനാകുന്നു, മാറ്റമില്ലാത്തവനാകുന്നു, അനന്യനാകുന്നു. Is the same yesterday, today and forever. അനേകർ മരണഭയത്തിന് കീഴിലാകുന്നു. സ്പിരിറ്റ് ഓഫ് ഡെത്ത് അവരെ ആക്രമിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും? ചില ദിനങ്ങളായി ഈ ആലോചനകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും മരണകരമാകുന്ന രോഗബാധയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ സന്ദേശം ആശ്വാസമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കിടക്കയിലായിരിക്കുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, ഇനിയും കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന കിടക്കയിൽ നിന്ന് യേശുവിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഇപ്പോൾ ഒരു സ്പിരിറ്റ് ഓഫ് ഡെത്ത് നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. യേശുവിൻ നാമത്തിൽ നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലെ പരിചിതമാകുന്ന വാക്യം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 1-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വച്ചു. യേശു വലങ്കൈ യോഹന്നാൻ്റെ മേൽ വച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പക്കലാകുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. വിരുദ്ധമായി നിൽക്കുന്ന, പ്രതികൂലമായി നിൽക്കുന്ന, ഭയപ്പെടുത്തുന്ന സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ ഭയപ്പെടേണ്ട കാര്യമേയില്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ പക്കലാകുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വികാരങ്ങൾ സ്പിരിറ്റ് ഓഫ് ഡെത്തിന് വളരെ സഹായകരമായി തീരാറുണ്ട് എന്ന് ഞാൻ പരാമർശിച്ചു. അതിൽ ചിലതാണ് ഭയം. ഭയം മുഖാന്തരമായിട്ട് സ്പിരിറ്റ് ഓഫ് ഡെത്ത് മനുഷ്യരെ ആക്രമിക്കുകയാണ്. മരണഭയത്തിന് പലരും കീഴ്പ്പെടുന്നു. രോഗഭയം, മരണഭയം, വിവിധ നിലകളിലുള്ള ഭയങ്ങളുണ്ട്. വൈദ്യശാസ്ത്രം അതിനെ ഒരു ഫോബിയ എന്ന് വിളിക്കുമ്പോൾ അതൊരു മനഃശാസ്ത്രപരമാകുന്ന രോഗമെന്ന് വൈദ്യശാസ്ത്രം അതിനെ വിളിക്കുമ്പോൾ അവർ 500-ലധികം ഫോബിയകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട ഭയങ്ങളെ വചനത്തിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയും. അതിലൊന്ന് മനുഷ്യ ഭയമാണ്, 2 പിശാചിനെ ഭയപ്പെടുന്നു, 3 മരണഭയം. അങ്ങനെ വരുമ്പോഴും മരണഭയമാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഭയം. മാനവകുലം മുഴുവൻ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിൻ്റെ ഭീഷണികൾക്ക് കീഴ്പ്പെട്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് മനുഷ്യകുലത്തെ യേശു രക്ഷിച്ചു. കാൽവറി ക്രൂശിൽ അവൻ്റെ തലയെ തകർത്തു. ഇന്ന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വിമോചനം പ്രാപിക്കുവാൻ കഴിയും. ഇപ്പോഴും യേശുവിലല്ലാത്തവരെ, യേശുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തവരെ പൈശാചിക ശക്തികൾ ഇതേ നിലയിൽ തന്നെ പീഡിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരം. ഇപ്പോൾ തന്നെ യേശുവിനെ
രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറയുക. യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന്, അവിടെ നിന്ന് മുതൽ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി നിങ്ങളിൽ വസിക്കും. അങ്ങനെ യേശുവിലാകുന്ന ഒരു ദൈവ പൈതലിന് മരണഭയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നു. ആ വ്യക്തിക്കെതിരെ സ്പിരിറ്റ് ഓഫ് ഡെത്ത് ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. യേശുവിൻ നാമത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുവാൻ കഴിയും. എന്നെ വിട്ടുപോക, അടുത്തു വരരുത്. നിങ്ങൾക്ക് പൂർണ്ണ അധികാരം കർത്താവാകുന്ന യേശു നൽകിയിരിക്കുകയാണ്. നെഗറ്റീവ് ഇമോഷൻസ് പാർട്ട്ണർ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഡെത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിയർ ആകുന്നു. മറ്റൊരു കാര്യം ഞാൻ പരാമർശിച്ചത് ലോൺലിനെസ് ആണ്. അനേകർ ഏകാന്തത അനുഭവിക്കുന്നു. ആരും തങ്ങളോടുകൂടെ ഇല്ല എന്നുള്ള ഒരു ചിന്ത അവരെ ഭരിക്കുകയാണ്, അത് അവരെ പീഡിപ്പിക്കുകയാണ്. എന്നാൽ ഏറ്റവും നല്ല സ്നേഹിതനെ ഞാൻ പരിചയപ്പെടുത്തി. ഏറ്റവും നല്ല സ്നേഹിതൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. ജീസസ് ക്രൈസ്റ്റാണ് ഏറ്റവും നല്ല സ്നേഹിതൻ. നല്ല സ്നേഹിതനാകുന്ന യേശുവിനെ നിങ്ങൾ അടുത്തറിയുകയാണ് എങ്കിൽ മഹാത്ഭുതം സംഭവിക്കും, വലിയ അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്ക് ആ ലോൺലിനെസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരുവാൻ കഴിയും. സദൃശ്യവാക്യങ്ങൾ 18-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, അത് ആംപ്ലിഫൈഡിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. ദ മാൻ ഓഫ് ടു മെനി ഫ്രണ്ട്സ് ബ്രാക്കറ്റിൽ ചോസൺ ഇൻഡിസ്ക്രിമിനേറ്റ്ലി will be broken in pieces and come to ruin. But there is a true loving friend. Oh, beautiful. There is a true loving friend who is reliable and sticks closer than a brother. Who is reliable and sticks closer than a brother. Wow, hallelujah, glory to Jesus. അങ്ങനെയുള്ളൊരു സുഹൃത്താരാണ്? തീർച്ചയായിട്ടും കർത്താവാകുന്ന യേശു ക്രിസ്തു. ഈ ഭൂമിയിലുള്ള സുഹൃത്തുക്കളെല്ലാം നിന്നെ കൈവിട്ടാലും ഒരു നാളും നിന്നെ കൈവിടാത്തവനാകുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു. ഹു സ്റ്റിക്സ് ക്ലോസർ ദാൻ എ ബ്രദർ. നിൻ്റെ സഹോദരനേക്കാൾ നിന്നോട് പറ്റിച്ചേരുന്ന കർത്താവ്. ഈ വാക്യവും ഹൃദയത്തിൽ നിക്ഷേപിക്കണം. എബ്രായ ലേഖനം 13:5, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവാകുന്ന യേശു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. അവിടുന്ന് നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മറ്റൊരു നെഗറ്റീവ് ഇമോഷനാണ് ഡിസ്കറേജ്മെൻറ്റ്. അനേകർ ഈ മാനസികമാകുന്ന പീഡനങ്ങൾ, ശാരീരികമാകുന്ന രോഗങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ അവർ ഡിസ്കറേജ്ഡ് ആയി പോവുകയാണ്, നിരാശപ്പെട്ടു പോകുകയാണ്. സങ്കീർത്തനം അതിൻ്റെ 40-ാമത്തെ അധ്യായം, 40-ാം സങ്കീർത്തനം ഇതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ആമേൻ, ബ്യൂട്ടിഫുൾ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എത്ര മനോഹരമായിരിക്കുന്നു. നിങ്ങളൊരു ഡിസ്കറേജ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ, ആ ശാരീരിക രോഗം വന്നിരിക്കുന്നു, ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു ഇനിയും ഞങ്ങൾക്ക് ഹോപ്പില്ല, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഡിസ്കറേജ്ഡ് ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവയിലേക്ക് ശ്രദ്ധ തിരിക്കുക, യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുക. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളിലേക്ക് ചാഞ്ഞു വന്ന് നിങ്ങളുടെ നിലവിളി കേൾക്കുവാൻ നല്ലവനാകുന്ന കർത്താവാണ്. നിങ്ങളായിരിക്കുന്ന ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും യേശു നിങ്ങളെ കയറ്റും, പുറത്തു കൊണ്ടുവരും. യേശു നിങ്ങളുടെ കാലുകളെ വചനമെന്ന പാറമേൽ നിർത്തും, നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും. മാത്രമല്ല, ഒരു പുതിയ പാട്ട് തരും. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും കണ്ട് ഈ അത്ഭുതം കണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കാരണമാകുന്ന നിലയിലുള്ള
ഒരു വലിയ വിടുതൽ തരും. ആരും ഡിസ്കറേജ്മെൻറ്റിന് ഇരയായി തീരരുത്, കീഴ്പ്പെട്ടു പോകരുത്. അതിജീവിക്കണം, നിരാശയെ കീഴ്പ്പെടുത്തണം, നിരാശയെ അതിജീവിക്കണം. ആ ഡിസ്കറേജ്മെൻറ്റിന് വേണ്ടിയുള്ള വ്യക്തിയല്ല. യേശു നിങ്ങളുടെ കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്, യേശു ബലപ്പെടുത്തും. ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്, രോഗികളുമായുള്ള ബന്ധത്തിൽ ഈ സർജറിക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ ആ സർജറിയെ ടെൻഷനൊന്നുമില്ലാതെ കാണുന്നവരിൽ റിക്കവറി വേഗത്തിൽ സംഭവിക്കും. ഭയപ്പെടുന്നവർ, എന്തായി തീരും, വെപ്രാളപ്പെടുന്നവർ, മരിച്ചു പോകുമോ എന്ന് പേടിക്കുന്നവർ, അവരെ റിക്കവറിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വൈദ്യശാസ്ത്രം തന്നെ ബുദ്ധിമുട്ടുന്നു എന്നാണ് ആ മേഖലയിലുള്ളവർ പറയുന്നത്. മനസ്സിന് സ്വസ്ഥത, മനസ്സിന് സമാധാനം, മനസ്സിന് സന്തോഷം, ഇത് ശരീരത്തിന് തന്നെ മരുന്നാണ്. മനസ്സിൽ നല്ല സന്തോഷമുണ്ടെങ്കിൽ ശരീരത്തിൽ അത് മരുന്നായിട്ട് വ്യാപരിക്കും. മനസ്സിന് അത് ഡിസ്കറേജ്മെൻ്റ് ആകുന്നുവെങ്കിൽ ശരീരത്തിനും അത് കേടുവരുത്തും. കിടക്കയിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ എന്ന് വൈദ്യശാസ്ത്രം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. ഈ ശബ്ദം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഇതൊരു വലിയ അത്ഭുതമാണ്. യേശുവല്ലേ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ആ കിടക്കയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം, സന്തോഷിക്കണം. നിരാശയ്ക്ക് പകരമായി സന്തോഷിക്കണം. അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്, ഭയങ്കര അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. മറ്റുള്ളവർ കണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കത്തക്കവണ്ണമുള്ള അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. ഡിസ്കറേജ്മെൻറ്റ് വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് അല്പമായിട്ട് ഡിസ്കറേജ്മെൻറ്റ് വരാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് യേശു നേരത്തെ തന്നെ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. മനസ്സിനെ സംരക്ഷിക്കണമെങ്കിൽ ഹൃദയം കലങ്ങിപ്പോകാതെ മൈൻഡ്, തോട്ട്സ്, ഇമോഷൻസ്, വിൽ, ഈ മേഖലകൾ, സോളുമായി ബന്ധപ്പെട്ട, പ്രാണനുമായി ബന്ധപ്പെട്ട മേഖലകളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവിടുന്ന് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. അവിടുന്ന് സംസാരിച്ചിരിക്കുന്ന ഈ വചനങ്ങളിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളിൽ എത്ര വാഗ്ദത്വങ്ങളുണ്ടോ അതെല്ലാം ഉവ്വ് ഉവ്വ് എന്നാകുന്നു. യേശുക്രിസ്തു ഒരിക്കൽ യേസ് പറഞ്ഞതിന് ശേഷം പിന്നീട് മാറ്റി നോ പറയില്ല. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനാകുന്നു, മാറ്റമില്ലാത്തവനാകുന്നു, അനന്യനാകുന്നു. ഈസ് ദ സെയിം yesterday, today and forever. അത്ര നല്ലവനാകുന്ന കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഡിസ്കറേജ്മെൻറ്റിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. മറ്റൊരു ഉപാധി, ദൈവത്തെ ആരാധിക്കുക. ഡിസ്കറേജ്മെൻറ്റിന് പകരമായി ആരാധന ഉയർത്തുക. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുന്നുണ്ട്, അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, ദൈവം ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആരാധന ഉയരണം. ദൈവിക ആരാധന ഉയരുമ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളുക, 100-ാം സങ്കീർത്തനത്തിലെ ഒരു മനോഹരമാകുന്ന ആരാധനയുടെ ചിത്രീകരണം വളരെ ശ്രദ്ധേയമാണ്. 100-ാം സങ്കീർത്തനത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. ഓ ബ്യൂട്ടിഫുൾ. അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും ഹല്ലേലൂയ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം 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 പറഞ്ഞുകൊണ്ട് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത്
അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. സുപ്രീമായിട്ടുള്ള ഹയസ്റ്റ് പ്രൈസസ്, ഹയസ്റ്റ് ഫോം ഓഫ് വർഷിപ്പ് ഇവിടെ പ്രകടമാകുകയാണ്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദൈവമേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഡിസ്കറേജ്മെൻറ്റിനെ ജയിക്കുവാൻ വേണ്ടി ആരാധിക്കുക, ആവർത്തിച്ച് ആരാധിക്കുക. പ്രഭാതത്തിൽ ആരാധിക്കുക, വീണ്ടും ആരാധിക്കുക, ഉച്ചയ്ക്ക് ആരാധിക്കുക, വീണ്ടും ആരാധിക്കുക, വൈകുന്നേരം ആരാധിക്കുക, രാത്രിയിൽ ആരാധിക്കുകയാണ്. ആരാധനയിലൂടെ നിങ്ങൾക്ക് ഡിസ്കറേജ്മെൻറ്റിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മരുന്നാണ് പ്രേയിങ് ഇൻ അതർ ടങ്സ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും അത് പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്. വെരി പവർഫുൾ സ്പിരിച്വൽ ടൂൾ, പ്രേയിങ് ഇൻ അതർ ടങ്സ്. അന്യഭാഷയിൽ സംസാരിക്കുക. 1 കൊരിന്ത്യർ 14:4 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. എഡിഫിക്കേഷനുള്ള നല്ല മരുന്നാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അന്യഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഡിസ്കറേജ്മെൻറ്റിന് പകരം എഡിഫിക്കേഷൻ ഉണ്ടാകുന്നു. സ്പിരിറ്റ് എഡിഫൈഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയെയും സോളിനെയും സ്പിരിറ്റിൻ്റെ സബ്ജക്ഷനിൽ കൊണ്ടുവരുവാൻ കഴിയും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ എനിക്ക് കഴിയണം, ഇപ്പോൾ തന്നെ എന്നെ തൊടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും. രോഗിയെ നിങ്ങൾ കിടക്കയിലായിരിക്കാം, എഴുന്നേക്കാൻ പോലും വയ്യായിരിക്കാം, സാരമില്ല, ഇപ്പോൾ പ്രാർത്ഥിച്ച് എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. ആ ഒരു വലിയ അനുഗ്രഹം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മേജർ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ആണ്. വാ, ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. അന്യഭാഷകളിൽ ഇപ്പോൾ തന്നെ സംസാരിക്കട്ടെ. മെസ്സെറ്റാൽ ബറൂഖ് വൈധനി ലെസ്ബൻജിൽ ബറൂഖ സത്തനി ലവ്സുബ്രാഞ്ചിന് ബോർധവെ സിൻഹൂൽ ബറീന് ഹാത്തനി ലുബസ് റച്ചയിൽ ബൊറൂഹ് ഷാൻതലി റിയാൻധന വാഷ്ബ്രുഗി നുസ്ബിൽ ജറൈൻ മഹുസൈനി അൽഖർദ നിസുറു വാൽ ഖബുജൂനി വിസിൻ റൈമഥുനി ലിയാംത്രബ ശലറബ നിയാസുബറൈൻ സിൻഖല. ഈ സമയത്ത് തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് ആരംഭത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ചില വാക്കുകളായിരിക്കും ലഭിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത് പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ടങ്സിൽ സംസാരിക്കുവാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഞാനിത് 30 വർഷമായിട്ട് ടങ്സിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വിവിധ ലെവൽസിൽ, ഹയർ ഡിഗ്രീസിൽ സംസാരിക്കാൻ കഴിയുന്നത്. ആ ഇനീഷ്യൽ ഡിഗ്രി ഇപ്പോൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. അത് പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഇപ്പോൾ തന്നെ അന്യഭാഷകളിൽ സംസാരിക്കുക. അന്യഭാഷകളിൽ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഡിസ്കറേജ്മെൻറ്റിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. മറ്റൊരു വാക്യം ശ്രദ്ധിക്കുക. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. വാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിണക്കമുണ്ട്, മറ്റ് പല സംഘർഷങ്ങൾ, പലരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ദൈവസ്നേഹം നമ്മിൽ വാസ്തവമായി പെർഫെക്റ്റ് ആകത്തില്ല, ആ തികവിലേക്ക് വരില്ല. ആ തികവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വചനം നമ്മിൽ ക്രിയ ചെയ്യാൻ അനുവദിക്കണം. രോഗക്കിടക്കയിലൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ നല്ല സമയമുണ്ടല്ലോ, വചനത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. വചനം ഉപയോഗിച്ചുകൊണ്ട് അകത്തുള്ള ആവശ്യമില്ലാത്ത ചരക്കുകളെയെല്ലാം പുറത്തു കളയണം. പുറത്തു കളഞ്ഞതിന് ശേഷമായിട്ട് ദൈവസ്നേഹത്തിൻ്റെ തികവ് പ്രാപിക്കണം. ദൈവസ്നേഹത്താൽ നിങ്ങൾ തികയണം. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കണം. ആമേൻ, ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൻ്റെ തികവ് വെളിപ്പെടുമ്പോൾ ഡിസ്കറേജ്മെൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയും. ഞാൻ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു നെഗറ്റീവ് ഇമോഷനാണ് അൺഫോർഗീവ്നെസ്. സ്പിരിറ്റ് ഓഫ് ഡെത്തിനോട് ചേർന്ന് പോകുന്നൊരു നെഗറ്റീവ് ഇമോഷനാണ് അൺഫോർഗീവ്നെസ്. പരിശോധിച്ച് നോക്കണം, ആരോടെങ്കിലും ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ? അൺഫോർഗീവ്നെസ് തന്നെ രോഗങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നൊരു സാധനമാണ്. അതൊരു വല്ലാത്ത സാധനമാണ്.
ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒഫൻസസ് ഉണ്ടാകും. പിശാച് ഈ ഭൂമിയിലുണ്ട്, പാപം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ഒഫൻസസ് ഉണ്ടാകാതെ ജീവിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇടർച്ചകൾ വരുത്തുന്ന മനുഷ്യരുണ്ട്, മുറിപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്, തിരസ്കരിക്കുന്ന മനുഷ്യരുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരോട് ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് ഇമോഷനാണത്. സ്പിരിറ്റ് ഓഫ് ഡെത്തിനോട് ചേർന്ന് പോകുന്നൊരു നെഗറ്റീവ് ഇമോഷനാണ്. കേടുവരുത്തും. ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന ആ റിക്കവറി അത് പ്രാപിക്കാൻ ഒരു തടസ്സമാണ് അൺഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള മനസ്സ് പ്രാപിക്കണം. ഞാൻ ക്ഷമയെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്ന ഒരാളാണ്. ആന്തരിക സൗഖ്യമെന്ന് പറയുന്ന ഒരു ആലോചന ഞാൻ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആ ആലോചന പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിൽ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഞാൻ ദീർഘമായിട്ട് ഈ വചന ശുശ്രൂഷയിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ വേണ്ടി കർത്താവ് ഇവിടെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ദൈവം ക്രിസ്തുവിൽ എന്നോട് ക്ഷമിച്ചു. എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ എന്നെപ്പോലെ കൊളരുതാത്തൊരു മനുഷ്യൻ, നികൃഷ്ടനാകുന്നൊരു മനുഷ്യൻ, പാപിയാകുന്നൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ 1000 കിലോമീറ്റർ അടുത്ത് വരുവാൻ യോഗ്യതയിൽ, 10,000 ലക്ഷക്കണക്കിന് കിലോമീറ്റർ അടുത്ത് വരുവാൻ യോഗ്യതയില്ലാത്ത ഒരു ദുഷ്ടനായിരുന്ന എന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്നേഹിച്ച് എൻ്റെ സകല പാപങ്ങളും പിതാവാകുന്ന ദൈവം ക്രിസ്തുവിൽ ക്ഷമിച്ച് എന്നെ ദൈവത്തിൻ്റെ പുത്രനാക്കിയെങ്കിൽ ആ ക്ഷമയുടെ വില എത്ര വലുതാണ്! അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരോടും ക്ഷമിക്കുവാൻ കഴിയും. ദൈവം ക്രിസ്തുവിൽ എന്നോട് ക്ഷമിച്ചതുപോലെ നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാൻ കഴിയണം. ആ ക്ഷമ നടപ്പിലാക്കുക. ആ ക്ഷമ ഒരു സൗഖ്യത്തിൻ്റെ മരുന്ന് തന്നെയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, സാധാരണ forgiveness is the gateway to healing. സൗഖ്യത്തിലേക്കുള്ള വാതിൽ ക്ഷമയാകുന്നു. അതല്ലേ കർത്താവാകുന്ന യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികൊണ്ട് ഇവരോട് ക്ഷമിപ്പീൻ. അതേപോലെ നിങ്ങളെ വേദനിപ്പിച്ച ആ മനുഷ്യനോട് ക്ഷമിക്കുക, ഭാര്യയോട് ക്ഷമിക്കുക, ഭർത്താവിനോട് ക്ഷമിക്കുക, മക്കളോട് ക്ഷമിക്കുക, കൂട്ടുകാരോട് ക്ഷമിക്കുക, സഹപ്രവർത്തകരോട് ക്ഷമിക്കുക. സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ കീഴ്പ്പെടുത്തുവാൻ, തകർക്കുവാൻ, ആ രോഗബാധയെ പുറത്താക്കുവാൻ ക്ഷമിക്കുക. ഒരു കാര്യം കൂടെ പറയുന്നു. സ്പിരിറ്റ് ഓഫ് ഡെത്തിനോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു നെഗറ്റീവ് ഇമോഷനാണ് ആകുലത, ആങ്സൈറ്റി, വറീസ്. ആങ്സൈറ്റി, ചിന്താഭാരം. ചിന്താഭാരത്തിന് വേണ്ടി ഒരിക്കലും മനസ്സ് വിട്ടുകൊടുക്കരുത്. എബ്രായ ലേഖനം 12-ാം വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആമേൻ, ഹല്ലേലൂയ. ആകുല ചിന്തകളിൽ നിന്ന് പുറത്തു വരണമെന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന, ആരാണ് നിങ്ങളിൽ വിശ്വാസം ബിഗിൻ ചെയ്തത്? യേശു ക്രിസ്തു. ആരാണത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്? ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, ഹല്ലേലൂയ. ഹി ഈസ് ദ ബിഗിനർ ആൻഡ് ഹി ഈസ് ദ വൺ ഹു ഈസ് ഗോയിങ് ടു ഫിനിഷ് ഇറ്റ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. സങ്കീർത്തനം 86-15 ശ്രദ്ധിച്ച്, ആകുലതയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾക്കുള്ള വചനങ്ങളാകുന്നു. സങ്കീർത്തനം 86-15. നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. ഓ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വിശ്വസ്തത. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറുമോ? ഇല്ല.
അതിനാൽ ഒന്നിനെ ചൊല്ലിയും വിചാരപ്പെടരുത്. ആ ആകുല ചിന്തകളെ പുറത്തു കളയുക, ആ ചിന്താഭാരങ്ങളെ പുറത്തു കളയുക. കരുണാമയനാകുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ഹീസ് റിച്ച് ഇൻ മെർസി. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. Glory to Jesus. Hallelujah. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. 33-ാമത്തെ വാക്യത്തിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആങ്സൈറ്റി, സ്പിരിറ്റ് ഓഫ് ഡെത്തിനോട് കൂടെ നടക്കുന്ന മറ്റൊരു നെഗറ്റീവ് ഇമോഷനാണ്. അതിനെ കീഴ്പ്പെടുത്തുക. യേശുവിൻ നാമത്തിൽ ഫിയർ, ഭയം വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ഏകാന്തത വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ഡിസ്കറേജ്മെൻറ്റ് വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ അൺഫോർഗീവ്നെസ് വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ വ്യാകുലത വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ഡെത്ത് വിട്ടുപോകട്ടെ. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്ന സൗഖ്യത്തിൻ്റെ കരം അങ്ങ് അവരുടെ മേൽ വയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അവരെ ആക്രമിക്കുന്ന സ്പിരിറ്റ് ഓഫ് ഡെത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ. ഭയം അവരെ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ. ഏകാന്തത അവരെ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ. ഡിസ്കറേജ്മെൻറ്റ് അവരെ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ അൺഫോർഗീവ്നെസ് അവരെ വിട്ടുപോകട്ടെ. എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ. ആങ്സൈറ്റി അവരെ വിട്ടുപോകട്ടെ. മനസ്സ് സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. മനസ്സ് സൗഖ്യമാകട്ടെ. വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതത്തിൽ മറ്റ് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണം. സാമ്പത്തിക കടബാധ്യതകളിലായിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണം. കുടുംബബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിച്ചവരുടെ കുടുംബബന്ധങ്ങളെ സൗഖ്യമാക്കണം. തലമുറകളെ സൗഖ്യമാക്കണം. കർത്താവേ, അത്ഭുതങ്ങൾ ചെയ്യണം. അത്ഭുത വഴികളെ തുറക്കണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണം. അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. വലിയ അത്ഭുതകരമാകുന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളിൽ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങളെയും ആ ഗ്രൂപ്പിൽ ചേർക്കാം. റേഡിയോ, ഓൺലൈൻ റേഡിയോ, ജീസസ് റൈൻസ് റേഡിയോ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, ആപ്പ് സ്റ്റോറിലേക്ക് പോവുക, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 24 മണിക്കൂറും ദൈവവചന കേൾവി അത് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരും. എല്ലാ ദിവസവും രാവിലെ 4 AM ടങ്സ് പ്രെയർ ഉണ്ട്. ആ ടങ്സ് പ്രെയറിൽ പങ്കെടുക്കുക. എല്ലാ ബുധനാഴ്ചയും രാത്രി 11 മണിക്ക് നൈറ്റ് പ്രെയർ ഉണ്ട്. സ്ക്രീനിൽ കാണുന്ന മീറ്റിംഗ് ID ഉപയോഗിച്ച് ആ നൈറ്റ് പ്രെയറിൽ പങ്കെടുക്കുക. ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇത് വളരെ ഗൗരവമേറിയ സന്ദേശമല്ല. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് ഇതൊരു ബ്ലെസ്സിങ് ആയി തീരട്ടെ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.